നമസ്തേ. ഇന്ന് നമ്മൾ ആൻസിലറി കോഴ്സ് ആയിട്ടുള്ള സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാകെ 6 ബ്ലോക്കുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്ക് സുഭാഷിതാനി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 സുഭാഷിതാനി. സുഭാഷിതാനി ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സുഭാഷിതങ്ങൾ സംസ്കൃത ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സുഭാഷിതങ്ങൾ. സുഭാഷിതം എന്ന വാക്കിന് അർത്ഥം സുഷ്ടു ഭാഷിതാനി സുഭാഷിതാനി, നല്ല വാക്കുകളെയാണ് സുഭാഷിതങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് കുട്ടികളെയൊക്കെ ഉപദേശിക്കാനായിട്ട് നല്ല നല്ല കഥകൾ അല്ലെങ്കിൽ ഉപദേശ പാഠങ്ങൾ നൽകാനായിട്ട് പദ്യരൂപത്തിൽ സുഭാഷിതങ്ങൾ രചിച്ച് അത് പകർന്നു നൽകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് സുഭാഷിതങ്ങൾ സംസ്കൃത ഭാഷയിൽ വന്നു ചേർന്നത്. ഈ ബ്ലോക്ക് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് നല്ല സുഭാഷിതങ്ങളാണ്. അതിൽ ആദ്യത്തെ യൂണിറ്റ് നോക്കാം. യൂണിറ്റ് 1 ആദ്യം വരുന്നത് നോക്കൂ. ഗുരു ശബ്ദസ്യ കോ അർത്ഥഃ ഇതി സൂചയതി. ഗുരു എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നു. ശ്ലോകം നോക്കാം. ഗുകാരോ ഭവരോഗസ്യാത് രുകാരസ്തൻ നിരോധകൃത് ഭവരോഗഹരത്വാച്ച ഗുരുരിത്യഭിധീയതേ. ഇവിടെ പറയുന്നത് ഗുകാരഃ ഭവരോഗഃ സ്യാത്. ഗുകാരഃ, ഗു എന്ന അക്ഷരം എന്താണ്? അന്ധകാരമാണ്, സംസാര രോഗമാണ് അല്ലെങ്കിൽ അജ്ഞാനമാണ്. രുകാരഃ തന്നിരോധകൃത്. രുകാരഃ, രു എന്ന അക്ഷരം അതിനെ നിരോധിക്കുന്നതാണ്. അപ്പോൾ ഗുകാരം എന്നതിനർത്ഥം, ഗു എന്ന അക്ഷരത്തിനർത്ഥം സംസാര രോഗം അല്ലെങ്കിൽ ലോകത്തിലെ അജ്ഞാനം അല്ലെങ്കിൽ അന്ധകാരം എന്നാണ്. രു എന്ന അക്ഷരത്തിനർത്ഥം എന്താണ്? അതിനെ നിരോധിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഭവരോഗഹരത്വാച്ച ഗുരുരിത്യഭിധീയതേ. സംസാര രോഗത്തെ അല്ലെങ്കിൽ അന്ധകാരത്തെ അല്ലെങ്കിൽ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവനെ എന്തു പറയുന്നു? ഗുരു എന്ന് പറയുന്നു. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഗുരുഹു എന്ന പദത്തിന്റെ അർത്ഥമാണ് അവിടെ പറയുന്നത്. അന്ധകാരത്തെ ഇല്ലാതാക്കുന്നവൻ അല്ലെങ്കിൽ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ. ഇനി അടുത്ത സുഭാഷിതത്തിൽ പറയുന്നത്, ആ സുഭാഷിതം അഭിഷേക നാടകത്തിലേതാണ്. അതിൽ പറയുന്നത് മിത്രലക്ഷണം. മിത്രം എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. ഒരു നല്ല സുഹൃത്തിന്റെ ലക്ഷണം പറയുന്ന സുഭാഷിതമാണ് അടുത്തത്. മജ്ജമാനമകാര്യേഷു പുരുഷം വിഷയേഷു വൈ നിവാരയതി യോ രാജൻ സ മിത്രം റിപുരന്യഥാ. അവിടെ പറയുന്നത് രാജൻ അല്ലയോ രാജാവേ. അഭിഷേക നാടകത്തിലുള്ള ഒരു ശ്ലോകമാണിത്. അപ്പോൾ അവിടെ നാടകത്തിന്റെ സന്ദർഭത്തിൽ പറയുകയാണ്, അല്ലയോ രാജാവേ. അകാര്യേഷു വിഷയേഷു, അകാര്യമായിട്ടുള്ള അതായത് ചെയ്യാൻ പാടില്ലാത്തതായ അയോഗ്യമായിട്ടുള്ള ലൗകിക കാര്യങ്ങളിൽ മജ്ജമാനം പുരുഷം, വ്യാപൃതനായിരിക്കുന്ന പുരുഷനെ, യഹ നിവാരയതി, യാതൊരുവനാണോ യാതൊരു മനുഷ്യനാണോ നിവാരയതി നിവാരണം ചെയ്യുന്നത് പിന്തിരിപ്പിക്കുന്നത്, സഹ മിത്രം ഭവതി അവൻ സുഹൃത്താകുന്നു, മിത്രമാകുന്നു. അന്യഥാ റിപുഹു ഭവതി, അതല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ തടഞ്ഞില്ലെങ്കിൽ അവൻ ശത്രു ആകുന്നു. അപ്പോൾ അല്ലയോ രാജാവേ, അയോഗ്യമായ ചെയ്യാൻ പാടില്ലാത്തതായ കർത്തവ്യങ്ങളിൽ ആരാണോ വ്യാപൃതനായിരിക്കുന്നത്
അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നവനെ ആണ് മിത്രം എന്ന് പറയുന്നത്. അല്ലാത്തവൻ, അങ്ങനെ പിന്തിരിപ്പിക്കാത്തവൻ ശത്രു ആകുന്നു. ഇനി അടുത്ത സുഭാഷിതം നോക്കാം. കേവലേന വംശമഹിംന പ്രയോജനം നാസ്തി പൗരുഷമേവ പ്രധാനം. അവിടെ പറയുകയാണ്, വംശമഹിമ കൊണ്ട് പ്രയോജനമൊന്നുമില്ല, പൗരുഷത്തിലാണ് കാര്യമിരിക്കുന്നത്, പൗരുഷത്തിനാണ് പ്രാധാന്യം, വംശമഹിമയ്ക്കല്ല എന്ന് പറയുന്ന സുഭാഷിതമാണ് കൊടുത്തിരിക്കുന്നത്. അത് വേണി സംഹാരം എന്ന നാടകത്തിലേതാണ്. അവിടെ കർണൻ പറയുന്ന ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. സൂതോ വാ സൂതപുത്രോ വാ യോ വാ കോ വാ ഭവാമ്യഹം ദൈവായത്തം കുലേ ജന്മ മദായത്തം തു പൗരുഷം. ഇവിടെ പറയാണ്, അഹം സൂതഃ വാ സൂതപുത്രഃ വാ, ഞാൻ സൂതനോ, സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി, താഴ്ന്ന കുലത്തിൽ പിറന്നവരാണ് തേരാളിയായിട്ടുണ്ടാവുക അന്നത്തെ കാലത്ത്. അപ്പോൾ അഹം സൂതഃ വാ സൂതപുത്രഃ വാ, ഞാൻ സൂതനായിരിക്കട്ടെ അല്ലെങ്കിൽ സൂതപുത്രനായിരിക്കട്ടെ, തേരാളിയായിരിക്കട്ടെ അല്ലെങ്കിൽ തേരാളിയുടെ മകനായിരിക്കട്ടെ, യഹ വാ കഹ വാ ഭവാമി, ആരോ ആയിരിക്കട്ടെ, കുലേ ജന്മ ദൈവായത്തം, ഓരോരുത്തരും ഓരോ കുലത്തിൽ പിറക്കുന്നത് അവരുടെ ഭാഗ്യം കൊണ്ടാണ്, അവരുടെ ഭാഗ്യം അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോ കുലങ്ങളിൽ വന്ന് പിറക്കുന്നത്. പൗരുഷം തു മദായത്തം, എൻ്റെ പൗരുഷം എന്നത് ഞാൻ എൻ്റെ സ്വപ്രയത്നത്താൽ നേടുന്നതാണ്. അപ്പോൾ ഇവിടെ കർണൻ പറയുന്ന ഭാഗമാണ്, ഞാൻ സൂതനാകട്ടെ സൂതപുത്രനാകട്ടെ ആരോ ആയിരിക്കട്ടെ, ഓരോരുത്തരും ഓരോ കുലങ്ങളിൽ വന്ന് പിറക്കുന്നത് അവരുടെ ഭാഗ്യം അനുസരിച്ചാണ്. എൻ്റെ പൗരുഷം എന്നത് ഞാൻ എൻ്റെ സ്വപ്രയത്നത്താൽ നേടിയതാണ്, എൻ്റെ കുലത്തിൻ്റെ മഹിമ കൊണ്ടല്ല. അപ്പോൾ ഓരോ പുരുഷന്മാരും ഏതൊരു കുലത്തിൽ പിറന്നതായവനായാലും അവരുടെ പൗരുഷം തീരുമാനിക്കുന്നത് അവരുടെ സ്വന്തം പ്രയത്നത്താലാണ് എന്നാണ് ആ സുഭാഷിതത്തിൽ പറയുന്നത്. അടുത്ത സുഭാഷിതം നോക്കാം. അതിൽ പറയുന്നത്, മനോനിയന്ത്രണം കാര്യം ഇന്ദ്രിയാണാം ഇച്ഛാനുസാരം മനഃ ചലതി ചെയ്ത് മാർഗഭ്രംശഃ സംഭവേത്. മനസ്സിനെ എപ്പോഴും നിയന്ത്രിക്കണം. പറയാറുണ്ട് മൈൻഡ് കൺട്രോൾ, നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് എപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കണം. ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, നമുക്കറിയാം 6 ഇന്ദ്രിയങ്ങളുണ്ട്, കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് എന്നിങ്ങനെ 6 ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഓരോരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോരോ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഇപ്പോൾ കാഴ്ച, കേൾവി, രുചികൾ അറിയുന്നത്, സ്പർശനം അറിയുന്നത്, അങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട്. ആ വിഷയ സുഖങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ വ്യാപൃതമായിരിക്കുമ്പോൾ അതിനെ മനസ്സിന് എന്ത് ചെയ്യാൻ കഴിയണം? നിയന്ത്രിച്ച് ഒരു പുരുഷന്റെ പ്രവർത്തികളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോൾ മനസ്സിന്റെ നിയന്ത്രണമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ്. ഇനി ആ ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മാർഗഭ്രംശഃ സംഭവേത്, വഴി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സുഭാഷിതമാണ്. നോക്കാം. അത് ഭഗവത്ഗീതയിലെ, പ്രസിദ്ധമായിട്ടുള്ള ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ സുഭാഷിതമാണ്. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവം ഇവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യൻ മനഃ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവം ഇവ അംഭസി. നോക്കാം. ചരതാം ഇന്ദ്രിയാണാം, ചരതാം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നതായിട്ടുള്ള, ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങളുടെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക്, ചരതാം ഇന്ദ്രിയാണാം ചലിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ വിഷയസുഖങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾക്ക്, യത് മനഃ അനുവിധീയതേ യാതൊരു മനസ്സാണോ പിന്തുടരുന്നത്, അതായത് വിഷയസുഖങ്ങളിൽ വ്യാപൃതമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ യാതൊരു മനസ്സാണോ പിന്തുടരുന്നത്, തത് അസ്യ പ്രജ്ഞാം,
ആ മനസ്സ് ആ മനുഷ്യന്റെ ബുദ്ധിയെ, വിവേചന ബുദ്ധിയെ, പ്രജ്ഞ എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള ബുദ്ധി, വിവേചന ബുദ്ധി, മനുഷ്യന്റെ വിവേചന ബുദ്ധിയെ അംഭസി നാവം വായുഹു ഇവ. അംഭസി, അംഭഹ എന്ന് പറഞ്ഞാൽ ജലം, അംഭസി വെള്ളത്തിൽ, നാവം തോണിയെ, നാവഹ എന്ന് പറഞ്ഞാൽ തോണിയാണ്, നാവം തോണിയെ, വായുഹു ഇവ കാറ്റ് എന്നതുപോലെ, ഹരതീഹി അപഹരിക്കുന്നു, നശിപ്പിക്കുന്നു. ഒന്നുകൂടെ പറയാം. വിഷയസുഖങ്ങളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ അനുവർത്തിക്കുന്ന അല്ലെങ്കിൽ അവയുടെ പുറകെ പോകുന്ന മനസ്സ്, യാതൊരു മനസ്സാണോ ഉള്ളത്, ആ മനസ്സ് ആ മനുഷ്യനെ വെള്ളത്തിൽ കാറ്റ് തോണിയെ എന്നതുപോലെ അപഹരിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളെ പിന്തുടർന്ന് മാത്രം ജീവിക്കുന്ന ഒരുവന് ജീവിതനാശം സംഭവിക്കുന്നു. എപ്പോഴും മനസ്സിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നാണ് ആ സുഭാഷിതത്തിൽ പറയുന്നത്. അടുത്ത സുഭാഷിതം നോക്കാം. വിഷയാണാം ഉപഭോഗേന കാമാഗ്നിഹി വർദ്ധത്തെ. വിഷയസുഖങ്ങളെ അല്ലെങ്കിൽ ഓരോരോ വിഷയങ്ങളെ, ആഗ്രഹങ്ങളെ നേടുന്നതിലൂടെ അല്ലെങ്കിൽ അനുഭവിക്കുന്നതിലൂടെ കാമാഗ്നി, ആഗ്രഹം ആകുന്ന അഗ്നി, അത് നേടണം എന്നതായിട്ടുള്ള ആഗ്രഹം എന്ത് ചെയ്യുന്നു? വർദ്ധത്തെ, വർദ്ധിക്കുന്നു. അപ്പോൾ ഓരോരോ വിഷയസുഖങ്ങളും അനുഭവിക്കും തോറും അതിനോടുള്ള ആഗ്രഹമാകുന്ന അഗ്നി അല്ലെങ്കിൽ ആസക്തി വർദ്ധിക്കുന്നു എന്ന് പറയുന്ന സുഭാഷിതമാണ് അടുത്തത്. അത് ഭാഗവത പുരാണത്തിലേതാണ്. നോക്കാം. ന ജാതു കാമ കാമാനുപഭോഗേന ശാമ്യതി ഹവിഷ കൃഷ്ണവർത്മേവ ഭൂയ ഏവാഭിവർദ്ധത്തെ. കാമാനാം ഉപഭോഗേന എന്ന് പറഞ്ഞാൽ കാമാനാം ഉപഭോഗേന, അഭിലഷണീയമായ വസ്തുക്കളുടെ ഉപഭോഗത്താൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ ഇഷ്ടമുള്ളതായ വസ്തുക്കളുടെ ഉപഭോഗത്താൽ അവയെ അനുഭവിക്കുന്നത് കൊണ്ട് കാമഹ, കാമവികാരഹ, ആ വിഷയത്തോടുള്ള ആ വസ്തുവിനോടുള്ള അഭിനിവേശം, ആസക്തി, ജാതു ഒരിക്കലും ന ശാമ്യത്തെ, ശമിക്കുകയില്ല, ഇല്ലാതാകുന്നില്ല. ഹവിഷ കൃഷ്ണവർത്മ ഇവ. ഹവിഷ, ഹവിസ് എന്ന് പറഞ്ഞാൽ ഹോമദ്രവ്യം. ഹവിഷ ഹോമദ്രവ്യത്താൽ, കൃഷ്ണവർത്മ ഇവ, കൃഷ്ണവർത്മ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോമദ്രവ്യത്താൽ അഗ്നി എന്ന പോലെ, തീ എന്ന പോലെ. അപ്പോൾ നെയ്യ് മുതലായ ഹോമദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് പകർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അഗ്നി ആളിക്കത്തും. അതുപോലെ എന്താണ്? ഹോമദ്രവ്യത്താൽ അഗ്നി എന്ന പോലെ ഭൂയഹ ഏവ, ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും, അഭിവർദ്ധതെ, അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? കാമാനാം ഉപഭോഗേന, ആഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ വിഷയവസ്തുക്കളുടെ, ഇഷ്ടങ്ങളുടെ ഉപഭോഗത്താൽ അവയെ അനുഭവിക്കുന്നത് കൊണ്ട് കാമഹ, കാമവികാരം, അവയോടുള്ള അഭിനിവേശം ഒരിക്കലും നശാമ്യതയെ, ഇല്ലാതാകുന്നില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്? ഹോമദ്രവ്യത്താൽ, നെയ്യ് മുതലായ ഹോമദ്രവ്യത്താൽ അഗ്നി എന്നതുപോലെ അത് വീണ്ടും അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു.